ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് തെറ പാർട്ട് 2 അപ്പോൾ ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി. പിന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു, അന്നദാനം. അതുകഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ചക്കും കൂടെ തെണ്ടാനിറങ്ങി. ആദ്യം തന്നെ ഒരു നെല്ലിക്കയും മേടിച്ചിട്ട് ഇതിലോട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി. അവിടെ നിഗൾ ദൈവം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പുള്ളി വന്ന് എല്ലാവർക്കും അനുഗ്രഹമൊക്കെ തന്നു പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ച് നേരെ അമ്പലത്തിൽ കയറി. അപ്പോഴത്തേക്കും മുത്താച്ചിത്തറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. എല്ലാ കൊല്ലം ഞാൻ മിസ്സാക്കാണ്ട് കാണലുണ്ട്. അപ്പോൾ അതും ഇരുന്ന് ഫുള്ള് കണ്ട് ഞങ്ങൾ നേരെ യാമീൻ്റെ വീട്ടിൽ പോയി. ഈ കുഞ്ഞു ക്യൂട്ടിയാണ് ഞങ്ങളുടെ യാമി. അവളുടെ വീട്ടിൽ പോയി. പിന്നെ വൈകുന്നേരമായി, ഒരു 5 മണിയായി തിരിച്ച് അമ്പലത്തിൽ വന്നപ്പോൾ. അവിടെ വന്ന് അപ്പോഴത്തേക്കും മൽക്കാരിത്തറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു ഗൈസ്. എല്ലാ കൊല്ലത്തിനെക്കാട്ടും കൂടുതൽ ക്രൗഡായിരുന്നു. ഇത്രക്കാർ ആൾക്കാരായിരുന്നു. അപ്പോഴത്തേക്കും കുംഭം വന്ന്. കുംഭം എന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ മുളേൻ്റെ ഉള്ളിൽ കള്ള് നിറയ്ക്കും. ഇത് നേർച്ച കുംഭമുണ്ട്, മലക്കാരീൻ്റെ കുംഭമുണ്ട്. ഈ പ്രാവശ്യം 5 നേർച്ച കുംഭം, ബാക്കി മലക്കാരിയായിരുന്നു. ഇതാണ് നമ്മുടെ മലക്കാരി. മലക്കാരി വന്ന് മലക്കാരിൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. അവിടെ നിന്ന് ഒരു പാനിപ്പൂരി കഴിച്ചു. പിന്നെ ഒരു ബിങ്കോ ചാട്ട് അങ്ങനെ കഴിച്ചു. ഒരു രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാത്രി ഇതായിരുന്നു കഴിക്കാൻ. പിന്നെ ഈ യൂസ്ലെസ് സാധനം മേടിച്ചു.